അനുബന്ധിച്ചുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിനാണ് നാം ഏവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പരമര സെന്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റലിന്റെയും പരമര സെന്റ് ഗ്രിഗോറിയോസ് കാർഡിയോവാസ്കുലർ സെന്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് ഈ ക്യാമ്പ് നടത്തപ്പെടുന്നത്. ക്യാൻസർ, ഹൃദയ, നേത്ര ചികിത്സ, രോഗനിർണയ ക്യാമ്പുകളാണ് ഇന്നിവിടെ ഉദ്ഘാടന ശേഷം നടത്തുവാൻ പോകുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി സെന്റ് ഗ്രിഗോറിയോസ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ സ്റ്റുഡൻസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗത പ്രസംഗത്തിനായി സെന്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും സിഒ ഇൻചാർജുമായിരിക്കുന്ന ഡോക്ടർ അലക്സ് പോൾ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ ദിയോസ്കോറോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഔഗേൻ റമ്പാച്ചൻ, മിസ്റ്റർ ജേക്കബ് തോമസ് അരികപ്പുറം, മിസ്റ്റർ തോമസ് ഉമ്മൻ അരികപ്പുറം, ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, പരിമല പെരുന്നാളിനോട് അനുബന്ധിച്ച് എല്ലാ വർഷവും ക്യാമ്പ് നടത്താറുണ്ട്. അതുപോലെ ഈ വർഷവും അത് ക്യാമ്പ് നടത്തുകയാണ്. ഹോസ്പിറ്റലിലെ വിഭാഗങ്ങളായ നേത്ര വിഭാഗവും ഓൺകോളജി വിഭാഗവും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിനുമാണ് ഈ ക്യാമ്പ് നടത്തപ്പെടുന്നത്. ഇത് രോഗനിർണയം മാത്രമേ ഇതിനകത്ത് നടക്കുന്നുള്ളൂ. ഇവിടെ നേത്ര ചികിത്സ ക്യാമ്പിൽ വരുന്നവർക്ക്, ഇവിടെ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ഇവിടെ തികച്ചും സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കാർഡിയോളജിയിൽ ആവശ്യമുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഈ ക്യാമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓൺകോളജി എന്തെങ്കിലും സംശയമുള്ളവർക്കോ അത്യാവശ്യ പരിശോധനകൾ ചെയ്ത് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുവാനുള്ള ഒരു അവസരമാണിത്. സമയം ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ ഇന്നത്തെ ഈ ക്യാമ്പ് ഇനോഗ്രേഷൻ ചെയ്യുവാനും ഇനോഗ്രൽ അഡ്രസ്സ് നൽകുവാനും ഇവിടെ എത്തിയിരിക്കുന്നത് ഭദ്രാസനത്തിൻ്റെ അഭിമന്യ യൂഹാനൻ ദിയോസ്കോറോസ് തിരുമേനിയാണ്. തിരുമേനി ഇന്നിവിടെ രാവിലെ കുർബാന അർപ്പിക്കുകയുണ്ടായി. തിരുമേനി ഇവിടെ നമ്മളുമായിട്ട് വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ്. തിരുമേനിയെ ഈ ക്യാമ്പിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചു. ഇവിടെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മൾ സ്വാഗതം ആശംസിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെയും പരിമല സെമിനാരി മാനേജരും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറുമായ ഔഗേൻ റമ്പാച്ചനാണ്. ഔഗേൻ റമ്പാച്ചൻ ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും എല്ലാ കാര്യങ്ങളിലും
വേണ്ട ഉപദേശം നൽകുകയും ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ്. റംബാച്ചനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ തന്നെ മിസ് ജേക്കബ് തോമസ് അരികുപുറം ഹോസ്പിറ്റൽ കമ്മിറ്റി മാനേജിംഗ് മെമ്പറാണ്. ഈ ഇടവകക്കാരനാണ്. മറ്റുള്ള ഞാൻ കൂടുതൽ ജേക്കബ് തോമസിനെ പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യത്തിലും വളരെ ശുഷ്കാന്തിയോടുകൂടി ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മിസ് ജേക്കബ് തോമസ് അരികുപുരത്തിനെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ മിസ്റ്റർ തോമസ് ഉമ്മൻ അരികുപുറം. തോമസ് ഉമ്മൻ ഈ ഇടവകയിലെ ഒരു വ്യക്തിയാണ്, ഇടവകാംഗമാണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ പള്ളി കമ്മിറ്റിയിലെ മെമ്പറാണ്. മിസ് തോമസ് ഉമ്മനെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മോഹനച്ചന് ഈ പരുമല പള്ളിയുടെ കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. മോഹനച്ചനെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും, എല്ലാ വിശിഷ്ടാതിഥികളെയും, ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫ്, സ്റ്റുഡൻസ് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് റെവറൻഡ് ഔഗേൻ റംബാച്ചനാണ്. പരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന വന്നി റംബാച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചു. ഉദ്ഘാടകനായിരിക്കുന്ന അഭിമന്യ ദിയോസ്കോറോസിന് വേണ്ടി സ്വാഗത പ്രസംഗം ബഹുമാന്യ ഡോക്ടർ അലക്സ് പോൾ, ഹോസ്പിറ്റൽ കമ്മിറ്റി മെമ്പർ ജേക്കബ് തോമസ് അരികുപുറം, സെമിനാരി കൗൺസിൽ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ഉമ്മൻ ആൻഡ് യോഹന്നാൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനിരിക്കുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, സ്റ്റുഡൻസ്, മറ്റ് വ്യക്തികൾ ഏവർക്കും ദൈവനാമത്തിൽ വന്ന് പരിശുദ്ധ പരുമലത്തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തുന്ന എല്ലാ വർഷവും നടന്നു വരുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. പെരുന്നാളിൻ്റെ 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് മാനുഷികമായി ശാരീരികമായിട്ടുള്ള രോഗവിവരങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പരിശുദ്ധ പരുമല തിരുമേനി ആതുര സേവനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് ഏവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. പ്രാർത്ഥനയോടൊപ്പം തന്നെ മറ്റുള്ളവരെ കരുതുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രേഷ്ഠമായുള്ള അഭിവാഞ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു പരുമല തിരുമേനി. അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പുണ്യപുരുഷൻ്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അതിനോട് ചേർന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ രോഗത്തെക്കുറിച്ച് ആശ്വാസം നൽകുന്നതായ കാര്യങ്ങൾ ഓർമ്മ കൊടുപ്പാൻ. രോഗമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസം എന്ന സാധനം ഉണ്ടാകുന്നു. എങ്കിലും രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെ, ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം സെമിനാരി തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട മിഷൻ ഹോസ്പിറ്റലും അതിനോട് ചേർന്നുള്ള മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തി വരുന്ന ഈ പ്രവർത്തനത്തെ വളരെയധികം സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്മകളും നേരുന്നു. എല്ലാവിധമായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയും ചെയ്യും. മദ്രാസ് ഭദ്രാസനത്തിന്റെ അധിപൻ ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനോന്മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലിത്തയാണ് നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുമനസിനെ ഉദ്ഘാടനത്തിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായി ഭക്തി ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. മന്ദിരായ റബ്ബാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ഡോക്ടർ അലക്സ് പോൾ ഉൾപ്പെടെയുള്ള സ്റ്റേജിലും താഴെയുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ പരിശുദ്ധനായ പരിമലത്തിനുവേണ്ട മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു വിശുദ്ധൻ്റെ വലിയ പെരുന്നാൾ ഇവിടെ നടക്കുകയാണ് ഈ ഒരാഴ്ചക്കാലം. അതിൻ്റെ ഇടയിൽ വിശുദ്ധരെന്ത് ഒക്കെ ചെയ്തുവോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ ഒപ്പിയെടുക്കുവാനൊക്കെ വേണം നാം ശ്രമിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരം. ആതുര സേവനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന പരിമല വിശുദ്ധൻ്റെ പെരുന്നാളിൽ അദ്ദേഹത്തോട് മധ്യസ്ഥ യാചിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായി നാം മുതിരുന്നു എന്ന് കാണുന്നത് തന്നെ സന്തോഷകരവും അനുഗ്രഹപ്രദമാണ്. ക്രൈസ്റ്റ് ഈസ് ദ സുപ്രീം ഫിസിഷ്യൻ. യേശു ക്രിസ്തു എല്ലാ രോഗങ്ങളുടെയും വൈദ്യനാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ക്രിസ്തുവിൽ നിന്ന് വൈദ്യമാർജിച്ച, വിശുദ്ധി ആർജിച്ച ഈ ഭൂമിയിലെ ഒരു മഹാവൈദ്യനായി പലരെയും സൗഖ്യമാക്കിയ, ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരുണ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് സൗഖ്യമാക്കിയ ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിലാണ് പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലും കാർഡിയോവാസ്കുലർ ഡിപ്പാർട്ട്മെന്റും എല്ലാവരോടും ചേർന്ന് വളരെ അനുഗ്രഹപൂർവമായി പെരുന്നാളോട് ചേർന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സജ്ജീകരിക്കുന്നത്. 3 വാക്കുകൾ അതിൽ ഞാൻ കാണുകയുണ്ടായി. 3 പ്രത്യേക വിഭാഗങ്ങളുടെ ഡിറ്റക്ഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് കാണുന്നു. ക്യാൻസർ, ഹാർട്ട്, ഐസ്, ഹൃദയത്തിൻ്റെയും കണ്ണിൻ്റെയും ക്യാൻസറിൻ്റെയും ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ആണ് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. ആയിരിക്കുന്ന സമൂഹത്തിലെ ക്യാൻസർ ബാധിതർക്കും കണ്ണ് പ്രശ്നമുള്ളവർക്കും ഹൃദയ തകരാറുള്ളവർക്കും ഒക്കെ ഇതൊരു ഗുണകരമായ ഒന്നായി മാറും എന്ന് ബലഹീനമായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് 3നും മറ്റൊരു സ്പിരിച്വൽ അർത്ഥം കൂടി ഉണ്ട് എന്ന് നമുക്ക് കാണണം. നാം എല്ലാവരും കണ്ണുള്ളവരാണ്, പക്ഷെ ശരിയായ കാഴ്ച ഉള്ളവരാണോ എന്ന് പരിശോധിക്കണം. നാം എല്ലാവരും ഹൃദയമുള്ളവരാണ്, പക്ഷെ നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ടോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് ഹാർട്ട് ഉണ്ട് എന്ന് പലരെയും കുറിച്ചും പറയുന്നത്. അതുകൊണ്ട് കണ്ണുള്ളവർ കാഴ്ചയുണ്ടോ എന്നും, ഹൃദയമുള്ളവർ ഹൃദയമുണ്ടോ എന്നും, ക്യാൻസർ ഇല്ലാത്തവർ തങ്ങളിൽ ക്യാൻസർ ഉണ്ടോ എന്നും, തെറ്റുകളാകുന്ന രോഗങ്ങളുണ്ടോ എന്നും പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ആതുര സേവന ശുശ്രൂഷ. ഞാൻ അധികമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു പ്രസംഗത്തിൻ്റെ സമയവുമല്ല. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കാകുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും തയ്യാറാകുമ്പോൾ അത് പ്രസംഗത്തിലൂടെ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിഘ്നമുണ്ടാക്കുന്നത് ശരിയല്ല. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിനും കാർഡിയോവാസ്കുലർ ഡിപ്പാർട്ട്മെന്റിനും അവിടെയും ഈ 2 സ്ഥലങ്ങളിലും ഈ ദേവാലയത്തിലും ശുശ്രൂഷിക്കുന്ന എല്ലാ മക്കൾക്കും ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിമല വിശുദ്ധന്റെ മധ്യസ്ഥയിൽ സർവ്വരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നടക്കുന്ന ഹൃദയ നേത്ര ചികിത്സാ ക്യാമ്പിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്ററിലെ അഡ്മിനിസ്ട്രേഷന്റെ പ്രോജക്ട് മാനേജറായിരിക്കുന്ന മിസ്റ്റർ ജോർജ് വർഗീസിനെ കൃതജ്ഞതയ്ക്കായി ക്ഷണിച്ചു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 111ാമത് ഓർമ്മ തിരുനാളോടനുബന്ധിച്ച് പരിമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷന്റെയും അതുപോലെ തന്നെ പരിമല സെന്റ് ഗ്രിഗോറിയസ് കാർഡിയോവാസ്കുലർ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ
ഇവിടെ നടത്തപ്പെടുന്ന 3 ക്യാമ്പുകൾ, നേത്ര ചികിത്സാ ക്യാമ്പ്, അതുപോലെ തന്നെ ഹൃദയ പരിശോധന ക്യാമ്പ്, അതുപോലെ തന്നെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിൻ്റെയും ഒക്കെ ഉദ്ഘാടനം അഭിനന്ദനായ തിരുമേനി മദ്രാസ് ഭദ്രാസനത്തിലെ തിരുമനസ്സുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തിരുമേനിക്കുള്ള കൃതജ്ഞത ഈ ഹോസ്പിറ്റലിന്റെ പേരിലും ഈ ക്യാമ്പിന്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ തൃപ്പാദികൾ സമർപ്പിച്ചുകൊള്ളുന്നു. പരിമല ഹോസ്പിറ്റലിലെ ഏത് കാര്യത്തിലും സജീവമായിരിക്കുന്ന വന്യനായ ഔഗേൻ റമ്പാച്ചൻ പരിമല സെമിനാരി മാനേജർ അയച്ചാലെടുത്തപ്പോൾ വളരെയേറെ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ നടത്തുകയും നമ്മളെല്ലാം പ്രകാശമായ വഴികളിൽ വഴി നടത്തുകയും ചെയ്യുന്ന വന്യനായ റമ്പാച്ചനെയും ഈ യോഗത്തിന്റെ പേരിലും സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചു കൊടുക്കുന്നു. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ അതിനെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച പരിമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും സിഇഒയുമായിരിക്കുന്ന ഡോക്ടർ അലക്സ് പോൾ സാർ ഈ ഇതിന്റെ തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകിയ ഡോക്ടർ അലക്സ് പോൾ സാറിനെ ഈ യോഗത്തിന്റെ പേരിലും പരിമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളും. നമ്മുടെ കൗൺസിൽ മെമ്പറും പരിമല ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായ നേതൃത്വവും രാഷ്ട്രീയ രംഗത്തൊക്കെ ഒന്നാമതായി നിൽക്കുന്ന ജേക്കബ് തോമസ് സാർ രാവിലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഈ മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് എല്ലാ കാര്യങ്ങളിലും ഒക്കെ വേണ്ട ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ജേക്കബ് തോമസ് സാറിനെ ഈ യോഗത്തിന്റെ പേരിലും പരിമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷന്റെ ഹോസ്പിറ്റലിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചു. ഇതിനൊക്കെ ഉപരിയായി ഇതിന്റെ കാര്യങ്ങളിലെല്ലാം വന്ന് സഹകരിച്ച പരിമല സെന്റ് ഗ്രിഗോറിയോസ് നഴ്സിംഗ് കോളേജിലെ BSc വിദ്യാർത്ഥികൾ, അതുപോലെ സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള GNM കോളേജിലെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പിന് വന്നിരിക്കുന്ന ഡോക്ടർ അനുരാധ മേഡം, അതുപോലെ തന്നെ ഡോക്ടർ അനൂപ് സാർ, അതുപോലെ ഡോക്ടർ സജി ഫിലിപ്പ് സാർ ഒക്കെ ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന 3 ഡിപ്പാർട്ട്മെന്റിലെയും ടീം അംഗങ്ങൾ, ഈ ഇടവകയിലെ അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വന്നിരിക്കുന്ന വന്യരായ വൈദികർ, സിസ്റ്റേഴ്സ്, ഏവർക്കും ഈ മെഡിക്കൽ ക്യാമ്പിന്റെ നാമത്തിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഇതെല്ലാം നമുക്ക് ധന്യത നൽകിയ ഈശ്വരനോടും അതുപോലെ തന്നെ പരിശുദ്ധനായ പരിമലത്തിന്മയുടെ നമ്മുടെ മധ്യസ്ഥതയിലും ഈ ക്യാമ്പ് മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കും.